ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഉഷാ രഘുനന്ദനൻ. നമ്മൾ ക്രിസ്മസ് എക്സാമിൽ 2025 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 6ഉം ക്വസ്റ്റ്യൻ നമ്പർ 7ഉം ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ദ സർഫേസ് ഏരിയ ഓഫ് എ ക്യൂബ് ഇൻക്രീസസ് അറ്റ് ദ റേറ്റ് ഓഫ് 72 സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. ഫൈൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇറ്റ്സ് വോളിയം വെൻ ദ എഡ്ജ് ഓഫ് ദ ക്യൂബ് ഈസ് 3 സെന്റിമീറ്റർ. അപ്പൊ ഇവിടെ പറയുന്നത് സർഫേസ് ക്യൂബിന്റെ സർഫേസ് ഏരിയ എത്ര റേറ്റിലാണ് ഇൻക്രീസ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു ടൈം എന്നുള്ളത് ഇവിടെ ഓൾറെഡി ഗീവൺ ആണ്. ഓക്കെ, ഫൈൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇറ്റ്സ് വോളിയം. അപ്പോൾ വോളിയം വിത്ത് റെസ്പെക്ട് ടു ടൈം എത്രയാണ് അതിന്റെ റേറ്റ് എന്നുള്ളത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതേപോലെ തന്നെ ആ ക്യൂബിന്റെ എഡ്ജും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ഗീവൺ എന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് എഴുതി വെക്കാം. എന്താണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അപ്പോ തന്നിരിക്കുന്നത് സർഫേസ് ഏരിയ ഓഫ് എ ക്യൂബ് ഇൻക്രീസസ് ആണ്. അപ്പോൾ സർഫേസ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ന് പറയുന്നത് 72 സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ്. സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് അവിടെ എഴുതണില്ല, കാരണം ഓൾറെഡി ഇവിടെ തന്നിട്ട് നമുക്ക് ഈ ഡിഫറൻസിയേഷൻ ഒക്കെ ഇവിടെ വേറെ ചെയ്യാനുണ്ട്. അപ്പൊ ഇത് തന്നിട്ടുണ്ട്. പിന്നെ വേറെ എന്താണ്, എക്സ് അല്ലെ, എക്സ് തന്നിട്ടുണ്ട്. എഡ്ജ് അതിന്റെ വക്ക് 3 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ വോളിയം വിത്ത് റെസ്പെക്ട് ടു ടൈം is to be found out. ഇത് നമുക്ക് ഫൈൻഡ് ചെയ്യണം. ഓക്കെ, ഇനി അതിന് വേണ്ടിയിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ക്യൂബിന്റെ സർഫേസ് ഏരിയ ആണെന്ന് അല്ലെ, അത് തന്നിട്ടുണ്ട്. അപ്പൊ ക്യൂബിന്റെ സർഫേസ് ഏരിയ എന്ന് പറഞ്ഞാല് ക്യൂബിന് 6 ഫേസ് ആണ്. ഓരോ ഫേസിന്റെ സർഫേസ് ഏരിയ സൈഡ് ഇൻറ്റു സൈഡ് എ സ്ക്വയർ അല്ലെ, 6a സ്ക്വയർ ആണ്. ഇപ്പൊ നമ്മൾ ഇവിടെ എക്സ് എടുക്കാം, 6x സ്ക്വയർ, കാരണം നമുക്ക് ഡിഫറൻസിയേഷൻ ഒക്കെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യാനുള്ളതാണ്. അപ്പൊ 6x ഈക്വൽ ടു 6x സ്ക്വയർ. അതേപോലെ തന്നെ വോളിയം നമുക്കറിയാം, ക്യൂബിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ എ ക്യൂബ് അല്ലെങ്കിൽ എക്സ് ക്യൂബ്. ഓക്കെ, ഇനി ഇതിനെ നമുക്കൊന്ന് ഡിഫറൻസിയേഷൻ ചെയ്ത് നോക്കാം. ഡി എസ് വിത്ത് റെസ്പെക്ട് ടു ടൈം അല്ലെ, സർഫേസ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ന് പറഞ്ഞാല് എന്ത് വരും, 12x ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി അല്ലെ, വിത്ത് റെസ്പെക്ട് ടു ടൈം ആയതുകൊണ്ട് ഡി എക്സ് ബൈ ഡി ടി. ഇനി ഡി എസ് ബൈ ഡി ടി അവിടെ ഓൾറെഡി എന്ത് തന്നിട്ടുണ്ട്, 72 ആണെന്ന് ഗീവൺ ആണ്. 12 ഇൻറ്റു അതേപോലെ തന്നെ എക്സ് ഗീവൺ ആണ് 3 ആണ്, ഡി എക്സ് ബൈ ഡി ടി. ഓക്കെ, അപ്പൊ 72 ഈസ് ഈക്വൽ ടു 36 ഇൻറ്റു ഡി എക്സ് ഡി ടി അല്ലെ. അപ്പൊ ഇതിന്ന് നമുക്കറിയാലോ ഡി എക്സ് ബൈ ഡി ടി എന്ത് കിട്ടും, 72 ഡിവൈഡഡ് ബൈ 36 2 കിട്ടി. അപ്പൊ അവിടെ നമുക്ക് എന്ത് കിട്ടി, dx by dt 2 കിട്ടി. ഇനി നെക്സ്റ്റ് വോളിയം. വോളിയം വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ന് പറയുന്നത് ഇവിടെ 3x സ്ക്വയർ ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി ആണ്. ഇതാണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈക്വൽ ടു 3, എക്സിന്റെ വാല്യൂ നമുക്കറിയാലോ 3 സ്ക്വയർ ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി ഇവിടെ നമ്മൾ ഫൈൻഡ് ചെയ്തു, എത്രയാണ് 2 അല്ലെ. അപ്പോ 3 ഇൻറ്റു 9 ഇൻറ്റു 2 54. അപ്പോ ഇവിടെ എത്രയാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം, വോളിയം ഈക്വൽ ടു 54 സെന്റിമീറ്റർ ക്യൂബ് അല്ലെ, വിത്ത് റെസ്പെക്ട് ടു എന്ത് ടൈം. അപ്പോ 54 ആണ് ആൻസർ വരിക. വോളിയം എത്രയാണ്, 54 എന്ന് വരും. ഇനി 7ാമത്തെ ചോദ്യം: ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഓഫ് എക്സ് സ്ക്വയർ ടാൻ ഇൻവേഴ്സ് എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് റേസ് ടു 6 dx വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇനി ഇന്റിഗ്രേഷൻ നമ്മൾ ശരിക്കും ആദ്യം നമുക്ക് കണ്ടാല് ഒന്ന് ഒബ്സർവ് ചെയ്യണം, ഇത് എങ്ങനെയാണ് നമുക്ക് ഇതിനെ സോൾവ് ചെയ്തെടുക്കാൻ പറ്റുക. ഇപ്പൊ സബ്സ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ ഏതെങ്കിലും ഒരു ടേം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അതിന്റെ ഡെറിവേറ്റീവ് അവിടെ ഉണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാനുണ്ട് അല്ലെ. അപ്പോ ഇവിടെ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ടാൻ ഇൻവേഴ്സ് എക്സ് ക്യൂബ് ആണ്, താഴെ 1 പ്ലസ് എക്സ് റേസ് ടു 6 ആണ്. അപ്പൊ ഇവിടെ നോക്കൂ, ഈ ഒരു ടാൻ ഇവിടെ നമ്മൾ ഈ ഒരു ടേം ന്യൂമറേറ്ററിലെ ടാൻ ഇൻവേഴ്സ് എക്സ് ക്യൂബിനെ യു എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഡെറിവേറ്റീവ് ഈ ഒരു ടേമിന് ഡെറിവേറ്റീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വേറൊരു ടേം കിട്ടുന്നുണ്ട്. അപ്പൊ അതൊന്നും നമ്മൾ നന്നായിട്ട് ഒബ്സർവ് ചെയ്ത് നോക്കണം. അപ്പോ ഇതിന് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഈ ഒരു ടേമിന് ന്യൂമറേറ്ററിലെ ടാൻ ഇൻവേഴ്സ് എക്സ് ക്യൂബ് എന്ന് മാത്രം യു കൊടുത്തു കഴിഞ്ഞാല് രണ്ട് സൈഡിലും ഡെറിവേറ്റീവ് എടുക്കുകയാണ്, ഡി യു വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്ത് കഴിഞ്ഞാല് ഇവിടെ എന്ത് കിട്ടും, നമുക്കറിയാം അല്ലെ, ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്, 1 പ്ലസ് എക്സ് സ്ക്വയർ. അപ്പൊ ഇത് ഇവിടെ കൊടുത്താല് 1 പ്ലസ്
എക്സ് ക്യൂബ് ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇൻറ്റു എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് എന്താണ് 3x². ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ ഡെറിവേറ്റീവ് ചെയ്തപ്പോൾ കിട്ടി. ഇനി ഇവിടെ എക്സിന് നമ്മളെല്ലാം ഒരേ സൈഡിൽ കൊണ്ടുപോകും. ഇതിന് നമുക്ക് ഒന്നും കൂടി എഴുതുകയാണെങ്കിൽ ഇങ്ങനെ എഴുതാം, 3x² ഡിവൈഡഡ് ബൈ 1 പ്ലസ് x⁻6 എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു dxനെ ഇവിടേക്ക് കൊണ്ടുപോവാണെങ്കിൽ, കാരണം നമുക്ക് ഇവിടെ വേണം അല്ലെ വിത്ത് റെസ്പെക്ട് ടു dx, അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാലോ, du ഈസ് ഈക്വൽ ടു 3x² ഡിവൈഡഡ് ബൈ 1 പ്ലസ് x⁻6 വിത്ത് റെസ്പെക്ട് ടു dx. ഇനി 3 കോൺസ്റ്റന്റ് ഇവിടെ വേണ്ട, സോ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് ഇവിടുന്ന് ഇതിനെ റിമൂവ് ചെയ്യും. അപ്പൊ ഇങ്ങനെ കിട്ടി. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കി നോക്കൂ, x² ഡിവൈഡഡ് ബൈ 1 പ്ലസ് x⁻6 എന്നുള്ള ടേം നമുക്ക് du/3 ആയിട്ട് കിട്ടിയല്ലോ. അപ്പൊ അത് ഇവിടെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്ത് ഇവിടെ കൊടുക്കാം. അപ്പൊ ഇവിടെ എന്തായി, 1/3 കോൺസ്റ്റന്റ് നമ്മൾ ഔട്ട്സൈഡ് വെക്കും. ഇത് എന്തായി, നമ്മളുടെ മൊത്തം du ആയി. ഇതെന്തായി, tan ഇൻവേഴ്സ് x³ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട് u. അപ്പൊ u വിത്ത് റെസ്പെക്ട് ടു du ആണ്. അതിനെ നമ്മൾ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതും, 1/3 u വിത്ത് റെസ്പെക്ട് ടു du. ഓക്കെ, അപ്പോ യുവിന്റെ ഇന്റിഗ്രേഷൻ എന്താവും വിത്ത് റെസ്പെക്ട് ടു u എന്ന് പറഞ്ഞാൽ u²/2. ഇനി ഇവിടെ എന്തുണ്ട്, ഇൻറ്റു ഒരു 1/3 ഉണ്ട്. സോ നമുക്ക് എന്ത് കിട്ടി, u²/6 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് ഇന്റിഗ്രേറ്റ് ചെയ്തൊരു ടേം കിട്ടി. ഇനി യുവിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ നോക്കി നോക്കൂ, tan ഇൻവേഴ്സ് x³ ആണ്. അപ്പൊ ആ tan ഇൻവേഴ്സ് x³ നമ്മൾ ഇവിടെ വാല്യൂ കൊടുക്കണമല്ലോ. അപ്പൊ 1/6 അവിടെ നിൽക്കട്ടെ കോൺസ്റ്റന്റ്. യുവിന്റെ വാല്യൂ എന്താണ്, tan ഇൻവേഴ്സ് x³. പിന്നെ എന്തുണ്ട്, അവിടെ ഒരു സ്ക്വയർ ഉണ്ട് പ്ലസ് കോൺസ്റ്റന്റ് c. ഇതാണ് അതിന്റെ ആൻസർ വരിക. ഓക്കെ, നമുക്ക് അതിൽ തന്നെ സെക്കൻഡ് ചോദ്യമുണ്ട്. ഇഫ് 0 to a ലിമിറ്റ് തന്നിട്ടുണ്ട്, 0 to a 1/4 പ്ലസ് x² വിത്ത് റെസ്പെക്ട് ടു dx ഈക്വൽ ടു π/6 ആണെങ്കിൽ then find the value of a. അപ്പോ ഇവിടെ ഈ ഒരു ഇന്റിഗ്രേഷൻ നമ്മൾ നന്നായിട്ട് ഒബ്സർവ് ചെയ്താല് നമുക്ക് മനസ്സിലാവുന്നുണ്ട്, 0 to a ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, 2² പ്ലസ് x² വിത്ത് റെസ്പെക്ട് ടു dx ഇങ്ങനെ എഴുതാലോ. ഇനി ഇതിനുള്ള ഒരു റിസൾട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്, എന്താണ്, ഇന്റഗ്രൽ ഓഫ് 1/a² പ്ലസ് x² അല്ലെ, കോൺസ്റ്റന്റ് സ്ക്വയർ പ്ലസ് x² വിത്ത് റെസ്പെക്ട് ടു dx എന്ന് പറയുന്നത് 1/a tan ഇൻവേഴ്സ് x/a പ്ലസ് c ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു റിസൾട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ അപ്ലൈ ചെയ്യുക. ഇവിടെ a എന്താണ്, ഇതൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്റെ വാല്യൂ നമുക്ക് ഇവിടെ എന്താ കിട്ടിയത്, 2 എന്ന് കിട്ടി. അപ്പൊ ഇതിന് നമുക്ക് ഡയറക്റ്റ് അവിടെ കൊടുക്കാം, 0 to a. ഇനി ഇവിടെ ഇന്റിഗ്രേഷൻ ചെയ്യുമ്പോൾ ഇന്റഗ്രൽ സൈൻ ഇടേണ്ട ആവശ്യമില്ല. അപ്പോ ഇതിന്റെ ഇന്റിഗ്രേഷൻ എന്തായി വരും, 1/2² പ്ലസ്, അല്ലാതെ നമുക്ക് ക്വസ്റ്റ്യൻ എഴുതേണ്ട ആവശ്യമില്ല, ഇവിടെ ഡയറക്റ്റ് ഇന്റിഗ്രേഷൻ ചെയ്യാണ്. 1/a അല്ലെ, എന്റെ വാല്യൂ എന്താണ്, 2 ആണ്. tan ഇൻവേഴ്സ് എക്സിന് എക്സ് തന്നെ ഡിവൈഡഡ് ബൈ a എന്താണ്, 2 ആണ്, പ്ലസ് c. ഇപ്പൊ c ഇപ്പൊ നമ്മൾ ഇവിടെ എഴുതണ്ട, ഈ കാരണം നമുക്ക് ഇവിടെ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ഒക്കെ ഉണ്ട്. ആ ലിമിറ്റ് ഒന്ന് ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് കൊടുക്കണം. ഓക്കെ, അപ്പൊ ലിമിറ്റ് കൊടുത്താല് ഇവിടെ 0 to എന്ത് എഴുതിയിട്ടുണ്ട്, 0 to a ആണ്, ഈക്വൽ ടു π/6 അവിടെ വാല്യൂ തന്നിട്ടുണ്ട്. ഇനി ഇവിടെ വാല്യൂ കൊടുക്കുമ്പോ ഇത് 0 ആണ്. അപ്പർ ലിമിറ്റ് നമുക്ക് അറിയാം അല്ലെ, ഇങ്ങനെ കൊടുക്കുമ്പോ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആണ് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത്. അപ്പോ 1/2 കോൺസ്റ്റന്റ് ആണ്, നമുക്ക് ഔട്ട്സൈഡ് വെക്കാം. tan ഇൻവേഴ്സ് അപ്പർ ലിമിറ്റ് എക്സിന്റെ സ്ഥാനത്ത് എന്താ, a കൊടുക്കുക, a/2 മൈനസ്, ഇനി tan ഇൻവേഴ്സ് 0/2 എന്താണ്, 0 ആണ്. അവിടെ എന്ത് ചെയ്യേണ്ട, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, π/6. അപ്പോ ഇവിടെ നമുക്ക് എന്ത് കിട്ടി, 1/2 tan ഇൻവേഴ്സ് a/2 എന്ന് പറയുന്നത് π/6 ആയി കിട്ടി. ഓക്കെ, 2 3 ക്യാൻസൽ ആയല്ലോ. 2 3 ക്യാൻസൽ ആവുമ്പോ നമുക്ക് അവിടെ എന്ത് കിട്ടും, tan ഇൻവേഴ്സ് a/2 ഈസ് ഈക്വൽ ടു π/3 എന്ന് കിട്ടും. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ ഈ tan ഇൻവേഴ്സ് നമ്മൾ മാറ്റി കഴിഞ്ഞാല്
a by 2 ഈസ് ഈക്വൽ ടു tan pi by 3 ആവുമല്ലോ. പിന്നെ നമുക്കറിയാം tan pi by 3ന്റെ വാല്യൂ എന്താണ്? √3 ആണ്. സോ വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് a? a ഈസ് ഈക്വൽ ടു 2√3. അങ്ങനെയാണ് എന്റെ വാല്യൂ ഇവിടെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കണം. അതേപോലെ തന്നെ ഇനി കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് ചെയ്ത് തീർക്കാണ്ട് അത് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു.